ഹലോ. അപ്പോൾ ഇന്നൊരു നല്ലൊരു മീൻ പീരയാണ് ഉണ്ടാക്കുന്നത്. ഈ കൊഴുവ മീനില്ലേ, കൊഴുവ എന്ന് പറഞ്ഞാൽ നമ്മൾ വെത്തൽ, നമ്മൾ വടക്കോട്ടയൊക്കെ വെത്തൽ എന്നാണ് പറയുക, ഈ എറണാകുളം സൈഡിലൊക്കെ കൊഴുവ എന്നാണ് പറയുക. അപ്പം അത് ഉണ്ടാക്കുന്നതിന് അപ്പോൾ ആദ്യം നമ്മളൊരു ചട്ടിയിൽ എന്തെടുത്തു, ഇത്തിരി ഇഞ്ചി, പിന്നെ ചെറിയുള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് ഉപ്പിട്ടു, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഈ തേങ്ങ കേട്ടോ. തേങ്ങേൻ്റെ കൂട്ടിൽ ഞാൻ ഇട്ടത് തേങ്ങ, പച്ചമുളക്, ജീരകം, ഇത് മൂന്നും കൂടി അരച്ചല്ല ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ, എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ തക്കാളി ഇട്ടു, പിന്നെ കുടംപുളി ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. അത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പുരട്ടി മിക്സ് ചെയ്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ കഴുകി വൃത്തിയാക്കി മീനിട്ടിട്ട് അതും ഒന്നും കൂടി ഞാൻ പുരട്ടി കേട്ടോ. ഈ മീനും ഇതെല്ലാം, കാരണം ഇതിപ്പോൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ പുരട്ടാൻ പറ്റില്ല, അത് പെട്ടെന്ന് വെന്ത് പൊടിഞ്ഞു. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് പുരട്ടി വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചു, നമ്മൾ പുളിയില്ലേ, പുളീൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ വെള്ളം ഒരു തുള്ളി ഒന്ന് കുടഞ്ഞു, അത്രയേ ഉള്ളൂ. വെള്ളമായിട്ട് കുറേ ഒന്നും ഒഴിക്കണമെന്നില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, കരിവേപ്പില ഇട്ടു, പിന്നെ അടച്ച് വെക്കും കേട്ടോ. ഇത്തിരി നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് പെട്ടെന്ന് വേവ് ഈ മീൻ, അതതിൻ്റെ പ്രത്യേകത. ഒന്ന് ഒരു തള വന്നു കഴിഞ്ഞാൽ വെന്തു, അങ്ങനെയാണ്. അപ്പം അടച്ച് വെച്ച് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കയ്യിലിട്ട് കുത്താനൊന്നും പറ്റില്ല, അപ്പോഴത്തേക്ക് മീനങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ സാധാരണ ഈ ആൾക്കാർ ഇങ്ങനെ ചട്ടിയൊക്കെ എടുത്ത് കുലുക്കുകയൊക്കെ ചെയ്യുക, എനിക്കത്ര അറിയില്ല ചട്ടി എടുത്ത് കുലുക്കുന്ന പരിപാടിയൊന്നും. അപ്പോൾ ഞാനിങ്ങനെ മെല്ലെ സ്പൂൺ കൊണ്ട് അധികം മീൻ തൊടാണ്ട് തോണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കുക ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചേരം ഞാനതിങ്ങനെ വേവാൻ വേണ്ടി വെച്ചു കേട്ടോ. അത് കാരണം അരപ്പെല്ലാം ഒന്ന് മിക്സ് ആവണ്ടേ ഈ മീനായിട്ട്, അപ്പോൾ അതിന് വേണ്ടി വെച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കും, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാകും. ഇടയ്ക്കൊന്ന് കുത്തി നോക്കിയില്ലെങ്കിൽ സമാധാനക്കേടാ. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒന്ന് ചുറ്റിച്ചെടുക്കുക എന്നൊക്കെ പറയും ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുക. ഞാനിങ്ങനെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ വെന്ത് ഇടയ്ക്ക് പൊന്തിച്ച് നോക്കും, ഇടയ്ക്ക് എടുത്ത് നോക്കും. മീൻ ആക്ച്വലി അവിടെയൊക്കെ വെന്തിട്ടൊക്കെ ഉണ്ട്, ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കേട്ടോ. പക്ഷെ ഇങ്ങനെയല്ല, കുറച്ചും കൂടി നന്നായിട്ടൊക്കെയാണ് സാധാരണ ആൾക്കാർ ചുറ്റിച്ച് നോക്കൽ. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇടയ്ക്ക് നോക്കി മീൻ വെന്തിട്ടുണ്ട്, പക്ഷേ ആ അരപ്പ് ഒന്നും കൂടി ഒന്ന് മിക്സ് ആവാനുണ്ട്. അതും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ എനിക്ക് കുറച്ച് വെന്തില്ല എന്ന് തോന്നുന്ന സംഭവമൊക്കെയാണ് ഞാനൊന്ന് അങ്ങോട്ടോട്ട് ഇളക്കി അങ്ങോട്ടൊക്കെ മാറ്റുന്നത് കേട്ടോ. എനിക്കിങ്ങനെ ഒരു സംശയം, അങ്ങനെ തീരെ നമ്മൾ ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉള്ളിലത്തെ വേവാണ്ടിരിക്കുകയോ അവിടുത്തെ സൈഡിലത്തെ എനിക്കുള്ള സംശയം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആക്കി നോക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പണി ആക്ച്വലി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും, വേണമെങ്കിൽ കുറച്ചും കൂടി കരിവേപ്പില ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പം ഇതെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന സാധനമാണ്. മീനും വൃത്തിയായി കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മീൻ വൃത്തിയാക്കി തരുമല്ലോ, അപ്പോൾ ഇതൊക്കെ എനിക്ക് വൃത്തിയായി കിട്ടി പിന്നെ. അപ്പോൾ എനിക്കതും വൃത്തിയാക്കുന്ന പണിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.